ലൈംഗിക അതിക്രമ കേസിൽ കർണാടക ഹാസനിലെ JDS സിറ്റിംഗ് MP പ്രജ്വലിനെതിരെ പുതിയ FIR രജിസ്റ്റർ ചെയ്തു. ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ CID സൈബർ സെല്ലാണ് പുതിയ FIR രജിസ്റ്റർ ചെയ്തത്. ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നതാണ് കേസ്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, FIRന്റെ വിവരങ്ങൾ. ക്കെതിരെ ദിനം പ്രതി പുതിയ പരാതികൾ ഉയർന്നു വരികയാണ്. ഏതായാലും പുതിയ FIR ആണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നതാണ് കേസ്. കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ പുതിയ FIR പ്രജ്വലേവനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. ഏതായാലും സൈബർ സെല്ല് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ രാജ്യങ്ങൾക്ക് ഇന്റർപോൾ ഈ വിവരങ്ങൾ പ്രജ്വലേവനെ സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസും നൽകുകയും ചെയ്തു. നിലവിലത്തെ വിവരമനുസരിച്ച് ഈ മാസം 13 ശേഷം മാത്രമേ പ്രജ്വലേവന നാട്ടിലെത്തൂ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും പ്രജ്വലേവന കർണാടകയിലേക്ക് തിരിച്ചെത്തുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അതിനു മുൻപ് തന്നെ അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള നടപടികളൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ ദിനം പ്രതി ഓരോ വിവരങ്ങളായി പുറത്തു വരുന്നത് കാര്യങ്ങൾ കൂടുതൽ, പ്രത്യേകിച്ച് BJP NDA സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ വിഷമകരമാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം, HD രേവണ്ണയുടെ സമാനമായിട്ടുള്ള കേസുകൾ ഈ പ്രജ്വൽ രേവണ്ണയുടെ പിതാവ് HD രേവണ്ണയ്ക്കെതിരെയും ചുമത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഏതായാലും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയുമായി ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കസ്റ്റഡി തുടരണം എന്നുള്ള ആവശ്യമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഉയർത്തുന്നത്. ഇതിനിടെ ഈ അന്വേഷണത്തിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനവുമായി JDS കേന്ദ്രങ്ങൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്.